ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ ഞാൻ വന്നൊരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അരിയട ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനിപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. മുളക് എല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. മുളകൊക്കെ പോയിക്കണ്. ഇത് ഒന്ന് പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഉള്ളി ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ പേര് അറിഞ്ഞില്ല. അരിയട ഉണ്ടാക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യൽ അരിയട. ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഉള്ളി വാടി വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വാടി വരട്ടെ. അപ്പോൾ നമ്മളെ ഉള്ളി ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം ഗരം മസാലപ്പൊടി ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരു തേങ്ങ ഞാൻ ചിരണ്ടി ഇവിടെ വെച്ചതാണ്. ഇതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ അരിയടയിൽ തേങ്ങയും ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം വഴന്ന് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഒന്ന് നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് ഞാനിതാ ചിക്കൻ്റെ 2-3 പീസ് നല്ലോണം ഉപ്പും മുളകും ഇട്ട് വേവിച്ച് പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ പൊരിച്ചിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ചിക്കനുള്ള ഇട്ട് കൊടുത്തതാണ്. മീനാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ പൊരിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് 5 മിനിറ്റ് ഒന്നും കൂടി ഇതൊന്ന് ഒന്നെല്ലാം കൂടിയിട്ടൊന്ന് വെന്തിട്ടാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇത് ഇവിടെ മൂടി വെച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ അരി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അരിയടല്ലേ, അപ്പോൾ അരി എന്തായാലും വേണമല്ലോ. അപ്പോൾ അരി നമുക്കൊന്ന് അരിപ്പൊടി ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ്. മൂടരി, അത് നമ്മൾ സാധാ ചോറ് വെക്കുന്ന അതിനെ കൊണ്ടക ഉണ്ടാക്കുന്നത്. അത് മില്ലിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നതിന്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. നല്ല നമുക്ക് അട പരത്താൻ പറ്റുന്ന അതേ അളവിൽ അധികം വെള്ളവും അധികം ഇതായിട്ടും അധികം അയഞ്ഞിട്ടും പറ്റില്ല. നല്ല ഒരേ ഇതിൽ നമുക്കത് അതിനുള്ള അനുസരിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നല്ല കുഴച്ച് സെറ്റായിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഇപ്പം അടൻ്റെ മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരി ഞാനിത് നല്ലോണം കുഴച്ച് ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഒരു അപ്പച്ചമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി അട പരത്തി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഈ തട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ ഉരുളകളായിട്ട് എടുക്കുക. ഒരു കവറാണ് ഞാൻ എടുത്ത്. ഇതിലാണ് ഞാൻ പരത്തിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. അല്ലെ വാഴൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിലും പരത്തിയാൽ മതി. നമുക്കിവിടെ ഇലയില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇതെടുത്തത്. ജസ്റ്റ് ഒന്ന് ഈ ഇതിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് കെത്തിരി ഒന്ന് ഓയിൽ ഒന്ന് തടവി കൊടുക്കാം. ഏതായി കൊടുക്കാം. ഇട്ടിതെങ്ങനെ എടുക്കുക. ഇതേപോലെ ഒന്ന് റൗണ്ടി പരത്തിയെടുക്കുക.
എന്നിട്ട് നമ്മൾ ഈ മസാല ഉണ്ടല്ലോ, ഉള്ളിയും ഇറച്ചിയും തേങ്ങയെല്ലാം ഉള്ള അതിങ്ങനെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് കവറോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കുക. അപ്പോൾ നമ്മളിതാ ഇതേപോലെ കിട്ടും. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് കൂടെ ഇതേപോലെ തന്നെ ഇതാ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് എടുക്കുക, പരത്തുക. നമ്മളിതാ ഈ മസാല കൂട്ട് ഇതിലേക്ക് വെക്കുക. ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മളെ അട റെഡിയായി. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതാ അട ഇതാ റെഡിയായി. അരിയട നല്ല എരിവ ഉള്ള അടയത്, നല്ല ടേസ്റ്റായി തിന്നാൻ. അപ്പോൾ നോമ്പവർക്ക് ഇപ്പം നമ്മൾ ഈ അട ഉണ്ടാക്കി. പയം പൊരിച്ചത് അപ്പുറമുണ്ട്, വത്തക്കുണ്ട്, മുന്തിരിയുണ്ട്, ജ്യൂസ് അടിച്ച് പപ്പായ ജ്യൂസ്. പിന്നത്തെ നോമ്പറിൻ്റെ സാധനങ്ങൾ ഇത്രയാണ്. അപ്പോൾ നോമ്പ് 10 ഇനി അങ്ങോട്ടേക്ക് എടുത്തു പോകാനുള്ള അള്ളാഹു ആയുസ്സും ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ. നമുക്കും എല്ലാവർക്കും തരട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.